എന്നോട് ഒരു ഫാമിലി എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് വരണം. ഞാൻ വീട്ടിലേക്ക് ചെന്നു. ഒരു ഇടവകപ്പള്ളി വികാരിയാണ്. ഞാൻ ചെല്ലുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്നോട് പറഞ്ഞു, അച്ഛൻ ശക്തമായി പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ട് എന്നോട് തന്നെ പറയുകയാണ്, അച്ഛാ അച്ഛൻ ഒരു കപ്പൂച്ചിൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരണം. ഞാൻ ഇത്രമാത്രം വിശുദ്ധമായ വെള്ളവസ്ത്രം ധരിച്ച് പ്രാർത്ഥനയോടുകൂടി അവിടേക്ക് ചെന്നതാണ്. അപ്പോഴും എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു കപ്പൂച്ചൻ വൈദികനെ വിളിച്ചുകൊണ്ട് വരണം. ഞാൻ ആ കുടുംബത്തിൻ്റെ നിഷ്കളങ്കമായ വിശ്വാസത്തെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചുകൊണ്ടുവരും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അപ്പോഴേ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, ദൈവമേ ആ കുടുംബത്തിന് എന്നിൽ ഒരു വിശ്വാസം പോലും കണ്ടില്ലല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാനൊരു കപ്പൂച്ചൻ വൈദികനെ കൊണ്ടുവരാട്ടോ. എങ്കിലും പോരാ നേരത്ത് ഇവരെ എനിക്കറിയാം, പെട്ടെന്നൊരു അച്ഛനെ വിളിച്ച കിട്ടുമെന്ന് എനിക്കറിയാമല്ല. എന്നാലും ഞാൻ വിശ്വസിച്ചു, ഞാനൊരു പണി ചെയ്യാം, ഞാൻ കുടുംബത്തിന് വേണ്ടി ഞാൻ തന്നെ പ്രാർത്ഥിക്കാം. കപ്പൂച്ചൻ്റെ അച്ഛന്മാർ ചെയ്തതുപോലെ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആ വീട്ടിലെ എല്ലാവരും ഒരു പ്രാർത്ഥന മുറിയിലേക്ക് കൊണ്ടുവന്ന് അവൻ എന്ത് ചെയ്തു, ആ മുന്നിലിരിക്കുന്ന കുരിശെടുത്ത് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചു. ഞാൻ പിടിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാവരും കുരിശിലേക്ക് നോക്ക്, പ്രാർത്ഥിക്ക്. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കുടുംബത്തിന് ധൈര്യം കൊടുത്തുകൊണ്ട് വിശുദ്ധ കുരിശ് പിടിച്ചുകൊണ്ട് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു. വിശുദ്ധ ജലമെടുത്തു. ആ ജലമെടുത്ത് വീട് മുഴുവനും നന്നായി തെളിച്ചു. കപ്പൂച്ചൻ വൈദികൻ വേണമെന്ന് പറഞ്ഞ ആളുടെ മേത്തേക്ക് നന്നായി തെളിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിലും നന്നായിട്ട് ഉഷാറാവട്ടെ എന്ന് പറഞ്ഞ് നന്നായിട്ട് തെളിക്കാൻ തുടങ്ങി. നന്നായി പ്രസരിപ്പോടുകൂടി തെളിച്ച് ശക്തിയോടുകൂടി ഞാൻ പറഞ്ഞു, ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സന്തോഷമായല്ലോ. അവർ പറഞ്ഞു, സന്തോഷമായി. ഞാൻ ഹാപ്പിയായി. ഞാൻ അവരോട് യാത്ര പറഞ്ഞ് ബൈക്കിൽ കയറാൻ നേരത്ത് അവിടെ ഇരുന്ന കാറിനെ ഒരു ഉറക്കെ വിളിച്ചു പറഞ്ഞു, അച്ഛാ മറക്കണ്ട, കപ്പൂച്ചിൻ വൈദികനെ കൊണ്ടുവരണം. നമ്മുടെ വിശ്വാസത്തിൽ വരുന്ന മാറ്റമാണ്. നാലാമത്തെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് മൂത്ത് നിൽക്കുന്ന വിശ്വാസമാണ്. മൂത്ത് നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും മൂത്ത പോലെയാകും. ഞാൻ എന്തോ ആണെന്നുള്ള ധാരണയാകും. ഞാനൊരു വീട്ടിൽ വെഞ്ചരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, പണ്ട് ഒരു വീട്ടിൽ വെഞ്ചരിക്കാൻ ചെന്ന് കഴിഞ്ഞ് വെഞ്ചരിപ്പ് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പേടിച്ചു പോയി. ഞാനൊരു വീട്, പ്രത്യേകിച്ച് ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നതാണ്. പ്രാർത്ഥിക്കാൻ ചെന്നു. ആ പള്ളിയിലെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാവരെയും വിശുദ്ധ ജലം തെളിച്ച് എല്ലാവരെയും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു അമ്മാമ്മ സംഗീതത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛന് ആരോഗ്യമില്ലേ? ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ വെള്ളം തെളിക്കുമ്പോൾ എൻ്റെ തലയിൽ വീണില്ല. എൻ്റെ തലയിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴാൻ അച്ഛന് അത് പറ്റിയില്ലല്ലോ, നന്നായി തെളിക്കണ്ടേ? ഞാൻ പറഞ്ഞു, അച്ഛാ ചേച്ചി, ഞാൻ മനഃപൂർവ്വമല്ല, എന്നോട് ക്ഷമിക്ക്, ഞാൻ മനഃപൂർവ്വമല്ല. പക്ഷേ ആ ചേച്ചി പറഞ്ഞു, ഇനിയെങ്കിലും തെളിക്കുമ്പോൾ നന്നായി തെളിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ പള്ളിയിൽ തന്നെ പിന്നെയും പ്രാർത്ഥന. ആ ചേച്ചി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെയും ചെന്നു. ഞാൻ വെള്ളം തളിക്കാൻ പോയി നോക്കിയപ്പോൾ ആ ചേച്ചി അന്നത്തെ പണ്ടത്തെ കസേരയിൽ പിന്നെയും ഇരിക്കുന്നുണ്ട്. ഞാൻ കപ്പ്യാരോട് പറഞ്ഞിരുന്നു, ഈ പ്രാവശ്യം വെള്ളം നന്നായിട്ട് കയറ്റിക്കോ. ഞാൻ എന്ത് ചെയ്തു, നേരെ ആ വലിയ കുപ്പിയെടുത്ത് വെള്ളം തളിക്കാനായിട്ട് ചെന്നു. ആ ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ അണ്ണ കുളിപ്പിച്ചു കൊടുത്തു. സന്തോഷമായി. ആ ചേച്ചി സംഗീതത്തിലേക്ക് പിന്നെയും വന്നിരിക്കുന്നു. ഞാൻ പേടിച്ചു പോയി. എന്നോട് പറഞ്ഞു, ഇത്രയും വേണ്ട. പ്രിയമുള്ള സഹോദരന്മാരെ, ഒന്നാമത്തെ വിശ്വാസം കാത്ത വിശ്വാസം, രണ്ടാമത്തെ വിശ്വാസമാണ് പൂത്തു നിൽക്കുന്ന വിശ്വാസം, മൂന്നാമത്തെ നിൽക്കുന്ന വിശ്വാസമാണ് ചത്തുപോയ വിശ്വാസം. ഇന്ന് നമ്മളുടെയൊക്കെ പ്രാർത്ഥന ജീവിതത്തേക്ക് ഒന്ന് എടുത്തു നോക്കുക. പലപ്പോഴും വെറും റുട്ടീനായിട്ട് ചെയ്തു പോകുന്ന ഒരു വിശ്വാസ ജീവിതമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് എത്രയോ തെറ്റാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതം പലപ്പോഴും അതിൻ്റെ ഒരു അബദ്ധമായോ അന്ധമായോ ഒക്കെ തിരിച്ചറിഞ്ഞു പോകുന്നുണ്ടോ? നമ്മളെ തന്നെ വിലയിരുത്തേണ്ട, നമ്മൾ ഏത് വിശ്വാസ ജീവിതമാണ് നമ്മളിൽ ഉള്ളത് എന്നത്. ഇന്ന് ഈ വചനം കേൾക്കാൻ വലിയ ആത്മാർത്ഥതയോടും വിശ്വാസത്തോടുകൂടി നിൽക്കുന്ന ദൈവജനമേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആ വിശ്വാസ ചൈതന്യം നഷ്ടപ്പെട്ടു പോകരുത്.